5 വർഷത്തിനിടെ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കിയത് 200 കോടി രൂപയുടെ ജനക്ഷേമ വികസന പദ്ധതികൾ. ചുങ്കത്ര കുടുംബാരോഗ്യ കേന്ദ്രത്തെ മികവിന്റെ പാതയിൽ എത്തിച്ചതും മെഡിക്കൽ കോളേജുകൾ പോലുള്ള സ്ഥാപനങ്ങളിൽ മാത്രം നടക്കുന്ന പരിശോധനകൾക്കായി സാമ്പിളുകൾ ശേഖരിച്ച് ഫലം ലഭ്യമാക്കുന്നതിനുള്ള ഹബ് ആൻഡ് സ്പോക്ക് ലാബ് കേരളത്തിൽ ആദ്യമായി തുടങ്ങിയതും ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ ഇതേ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ചാണ്. ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിയ പ്രധാന പദ്ധതികൾ: സൗജന്യ ഡയാലിസിസ് കേന്ദ്രം, AIISH ഔട്ട്റീച്ച് സെന്റർ, കളിച്ചെപ്പ്, സ്നേഹതീരം, മൃതസഞ്ജീവിനി, വില്ലവൽക്കരണ പദ്ധതി, വായനാമൂല, സഖി, സൂര്യ തേജസ്, അതിജീവനം, SC പഠനമുറി, പാൽ സൊസൈറ്റി കെട്ടിടം, സാമൂഹിക പഠന കേന്ദ്രം, വനിതാ ഓപ്പൺ ജിം, ഉഴവ്, നികേതനം, കൂടാതെ 10.5 കോടി രൂപയുടെ റോഡ് വികസനം, 3.5 കോടി രൂപയുടെ വിവിധ പഞ്ചായത്തുകളിലായിട്ടുള്ള കനാൽ നിർമ്മാണം. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ 2020-25 ഭരണസമിതി ജനക്ഷേമകരമായ ഒട്ടനവധി പ്രവൃത്തികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയാവുന്നത് ആരോഗ്യ മേഖലയിലെ പദ്ധതികളാണ്. സൗജന്യ ഡയാലിസിസ് കേന്ദ്രം. 148 രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്യുന്നതിനായി ബ്ലോക്ക് പഞ്ചായത്ത് പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കിയ കേരളത്തിലെ ഏക ഡയാലിസിസ് കേന്ദ്രമാണ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ചുങ്കത്ര ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടപ്പിലാക്കുന്ന സൗജന്യ ഡയാലിസിസ് കേന്ദ്രം. 20 മിഷനറികളിൽ 4 ഷിഫ്റ്റുകളോടെ 148 രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്തു വരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്തുകളുടെയും ബ്ലോക്ക് പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും കവറുകൾ നൽകി 1 ഡേ കളക്ഷൻ നടത്തി വലിയ ജനപങ്കാളിത്തത്തോടെയും നടപ്പിലാക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ഡയാലിസിസ് കേന്ദ്രമാണ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന സൗജന്യ ഡയാലിസിസ് പദ്ധതി. ഒരു വർഷം 2 കോടിയോളം രൂപ ചെലവഴിക്കുന്ന ഈ പദ്ധതി ബ്ലോക്ക് പഞ്ചായത്തിന്റെ മറ്റൊരു സവിശേഷ പദ്ധതിയാണ്. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ CHCയിൽ മുൻ ഭരണസമിതി തുടങ്ങി വെച്ച ആയുഷ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിൻ്റെ ഔട്ട്റീച്ച് സെൻറ്റർ 2022 മൈസൂർ ആയുഷുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് നമ്മുടെ ആശുപത്രിയിൽ യാഥാർത്ഥ്യമാക്കുകയും ആയിരക്കണക്കിന് കുട്ടികൾക്ക് കേൾവി പരിശോധിക്കാനും അതോടൊപ്പം തന്നെ അവർക്ക് ശ്രവണ വൈകല്യവും സംസാര വൈകല്യവും ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപിടിക്കാനും അതിന് തെറാപ്പികൾ കൊടുക്കാനും സാധിച്ചത്. അതേപോലെ തന്നെ ഓട്ടിസം ബാധിച്ച നവജാത ശിശുക്കളുണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാനും നവജാത ശിശുക്കളിലെ വൈകല്യങ്ങൾ കണ്ടുപിടിക്കാനുമുള്ള ബെറ ടെസ്റ്റ് അടക്കമുള്ള പദ്ധതികൾ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത് പൊതുജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമാണ്. ഫിസിയോതെറാപ്പി സെന്റർ ആധുനിക രീതിയിലുള്ള അഡ്വക്കേറ്റ് ജെബി മേത്തർ രാജ്യസഭാ MP-യുടെ ഫണ്ടുകൾ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഹബ് ആൻഡ് സ്പോക്ക് ലാബ് എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം നടപ്പിലാക്കിയത് ചുങ്കത്ര CHC നിലമ്പൂർ ബ്ലോക്കിൻ്റെതാണ്. 6 പഞ്ചായത്തുകളിൽ നിന്നും ശേഖരിക്കുന്ന ബ്ലഡ് ഡോക്ടർ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള മെഡിക്കൽ കോളേജിൽ ലഭ്യമാകുന്ന എല്ലാ പരിശോധനകളും നമ്മുടെ ആശുപത്രിയിലൂടെ ലഭ്യമാക്കാനുള്ള ഹബ് ആൻഡ് സ്പോക്ക് ലാബ് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു. കണ്ണ് പരിശോധനാ കേന്ദ്രം ചൊവ്വ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കണ്ണ് പരിശോധന നടത്തുകയും കണ്ണട ആവശ്യമുള്ളവർക്ക് അത് വിതരണം ചെയ്യാനുള്ള
പദ്ധതികളും നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഡെന്റലോപ്പി തുടങ്ങുന്നതിനും ബുധൻ വെള്ളി ദിവസങ്ങളിൽ NHMന്റെ സഹായത്തോടുകൂടി ദന്ത ഡോക്ടറെ കൊണ്ടുവരുന്നതിനും അതിനുവേണ്ട അനുബന്ധ സൗകര്യങ്ങൾ ആശുപത്രിയിൽ ഒരുക്കി കൊടുക്കാനും ബ്ലോക്ക് പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. രാത്രിയിൽ ഡോക്ടർമാരെ കാണാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒട്ടനവധി ആൾക്കാർ, പാവപ്പെട്ടവരുണ്ട്. 24 മണിക്കൂറും ഡോക്ടറെ സേവനം ലഭ്യമാക്കുന്നതിനുള്ള IP യൂണിറ്റ്, അതായത് കിടത്തി ചികിത്സയടക്കം യാഥാർത്ഥ്യമാക്കാൻ ബ്ലോക്ക് പഞ്ചായത്തിന് നിർമ്മിക്കാൻ സാധിച്ചത് ഏറ്റവും വലിയ ചാരിതാർത്ഥ്യത്തോടുകൂടി ഓർമ്മിക്കുകയാണ്. സഖി എന്നൊരു പ്രോജക്റ്റ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്വന്തം പ്രോജക്റ്റായിട്ട് നടപ്പിലാക്കുകയാണ്. ഏഷ്യയിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പ്രാകൃത ഗോത്ര വിഭാഗത്തിലെ ചോലനായ്ക്കൾ ഉൾപ്പെടെയുള്ള ഗോത്രവർഗ വിഭാഗത്തിലെ ഗർഭിണികളായ സ്ത്രീകളെ പ്രസവത്തിന് മുൻപ് 1 മാസവും പ്രസവത്തിനു ശേഷം 1 മാസവും ഒരു പ്രത്യേക കേന്ദ്രത്തിലെത്തിച്ച് അവർക്കു വേണ്ട പോഷകാഹാരവും ആയുർവേദ അലോപ്പതി മരുന്നുകളും ശുശ്രൂഷയും നൽകി അമ്മയെയും കുഞ്ഞിനെയും പൂർണ്ണ ആരോഗ്യത്തോടെ ഊരിലേക്ക് എത്തിക്കുന്ന പദ്ധതി കേരളത്തിൽ ഒരു തദ്ദേശ സ്ഥാപനം ആദ്യമായി നടപ്പിലാക്കിയ നൂതന പദ്ധതി നിലമ്പൂരിന്റെ അഭിമാന പദ്ധതി സഖി. നമ്മുടെ ആശുപത്രിയിൽ രോഗികൾക്കാണെങ്കിലും അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കാണെങ്കിലും വനിതാ ഓപ്പൺ ജിം യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്നാണ് ജിം എന്ന് പറയുന്നത്. ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് സമൂഹത്തിൽ ഒരുപാട് അസുഖങ്ങൾ വരുന്നൊരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യായാമം എന്ന് പറയുന്നത് ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ്. നല്ലൊരു പരിപാടിയാണിത്. പിന്നെ കുട്ടികളുടെ നല്ല കാര്യം തന്നെയാണ്. പിന്നെ രാവിലെ വൈകിട്ടൊക്കെ വന്ന് ഞങ്ങളെ പോലത്തെ ഉള്ളവർക്ക് ഇത് ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്. ഞാൻ തിരുവനന്തപുരത്ത്, മഞ്ചേരി, കോഴിക്കോട് വിഭാഗങ്ങളിലൊക്കെ വർക്ക് ചെയ്താണ്. ഒരു ഫെബ്രുവരി മാർച്ചൊക്കെ ആയിട്ട് അങ്ങോട്ട് തന്നെ വന്നിട്ടുള്ളൂ. പക്ഷെ അവിടത്തെയൊക്കെ ഒരു സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ആശുപത്രിയാണ് നമ്മൾ. കാര്യം ഇവിടെ ഇല്ലാത്ത കാര്യങ്ങളായിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ IP കെയർ സ്റ്റാർട്ട് ചെയ്തു. ഡയാലിസിസ് ഉണ്ട്, സ്പീച്ച് തെറാപ്പി ഉണ്ട്, വിഷൻ്റെ ഉണ്ട്, ഫിസിയോതെറാപ്പി ഉണ്ട്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ, ആശുപത്രിയുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് ആശുപത്രികളോട് കട്ടക്ക് നിൽക്കുന്നതാണെങ്കിൽ അതേ ലെവലിൽ തന്നെയുള്ള സേവനങ്ങളുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ഇവിടെ ഫിസിഷ്യൻ ഉണ്ട്, പീഡിയാട്രീഷ്യൻ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇനിയിപ്പോൾ വൈകാണ്ട് നമ്മൾ നമ്മുടെ അഡ്മിഷൻ കൂടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു താലൂക്ക് ജില്ലാ ആശുപത്രി ലെവലിലോട്ട് നമ്മുടെ ആശുപത്രി ഉയർന്നു വരിക. സ്നേഹതീരം. നട്ടെല്ലിന് ക്ഷതമേറ്റ് വീടിൻ്റെ ചുമരുകൾക്കുള്ളിൽ കഴിയുന്നവരെ പുറത്തു കൊണ്ടുവരുന്നതിനായി അവർക്ക് ഫിസിയോതെറാപ്പിയും മറ്റ് ശുശ്രൂഷകളും നൽകുകയും ഇവരിൽ ഒളിഞ്ഞിരിക്കുന്ന കലാപരമായ കഴിവുകൾ ഉണർത്തി അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്ത പദ്ധതിയാണ് സ്നേഹതീരം. ഇവർക്കു വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾക്കായി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 15 ലക്ഷം രൂപ ചെലവഴിച്ചു. ഇവർക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിലെ മാതൃകയായ വേറിട്ട ഒരു പദ്ധതിയാണ് സ്നേഹതീരം. കർഷകർക്ക് തണലായി താങ്ങായി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത്. ഭൂമിയെ നനച്ച്
കൃഷിയിടങ്ങളെ വീണ്ടും പച്ചയണിയിക്കാൻ വരണ്ട വയലുകളിലേക്ക് ഇഴഞ്ഞിറങ്ങുന്ന ജലപാതയാണ് കനാലുകൾ. ഇത് കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. വിവിധ പഞ്ചായത്തുകളിൽ കനാൽ നിർമ്മാണത്തിനായി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഉൽപാദന മേഖലയിൽ ഉൾപ്പെടുത്തി 3.5 കോടി രൂപയാണ് ചെലവഴിച്ചത്. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ എന്നും മുൻപന്തിയിൽ തന്നെയാണ്. ആരോഗ്യ മേഖലയ്ക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കും കൊടുക്കുന്ന പോലെ തന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് സ്ത്രീകളാണ് കുടിവെള്ളമില്ലാതെ അനുഭവിക്കുന്നത്. കുടിവെള്ളത്തിൻ്റെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ ബഹുമാനിയായ നമ്മുടെ ഡിവിഷൻ മെമ്പർ അനുജ സെബാസ്റ്റ്യൻ എപ്പോഴും ഞങ്ങളുടെ പ്രദേശത്ത് മുണ്ട ആശാരിപ്പൊട്ടി ഭാഗത്ത് 100-ലധികം കുടുംബങ്ങളുണ്ട്, കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നും ബോർഡിൽ ആ കാര്യം അവതരിപ്പിക്കുമായിരുന്നു. ഞങ്ങൾ വെള്ളമില്ലാതെ ഇന്ന് ഇവിടെ നിന്നിനത് ഒരുപാട് കഷ്ടപ്പെട്ടു. താഴെയുള്ള വീടുകളിൽ നിന്ന് ഓസ് ഇട്ടിട്ടായിരുന്നു ഞങ്ങൾ പഞ്ചായത്ത് വെള്ളം പിടിച്ചിരുന്നത്. രാത്രി 1 മണിക്ക് 2 മണിക്ക് അങ്ങനെ ഉറക്കൊഴിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ വെള്ളം പിടിച്ചിരുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് 50 വീടുകൾ ഈ വെള്ളം കൊണ്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ കഴിഞ്ഞ 24-25 വാർഷിക പദ്ധതിയിലായിരുന്നു നമ്മൾ ഈ മുണ്ട ആശാരിപ്പെട്ടി കുടിവെള്ള പദ്ധതി ഇവിടെ പ്രാവർത്തികമാക്കുന്നത്. എനിക്കറിയാം, ഞാനിവിടെ ജനപ്രതിനിധിയായി വരുമ്പോൾ ഇവിടെ ഒരു ഒറ്റപ്പെട്ടൊരു പ്രദേശമാണ്. അത് ഇവിടുത്തെ അടിസ്ഥാന ആവശ്യം നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ഇവിടുത്തെ ആളുകൾ പലപ്പോഴും വീട് വെച്ചെങ്കിൽ പോലും വേനൽക്കാലത്ത് ഇവിടെ നിന്ന് വാടകയ്ക്ക് വരെ പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഞങ്ങൾക്കിതിലേക്ക് ഫണ്ട് അനുവദിച്ചു തരികയും ഇവിടുത്തെ ആളുകളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇടപെടുകയും ചെയ്തു. അതിൽ ഞങ്ങളിവിടെ ഈ ഭാഗത്ത് 5-ാം വാർഡിൽ ഇപ്പോൾ ഞങ്ങളിവിടെ നോക്കുകയാണെന്നുണ്ട്, ഞങ്ങൾ 2 വീടുകളിലായിട്ട് 3 കിണറുകൾ ഞങ്ങൾ കുത്തി. അതുകൊണ്ട് അതിൽ 2 പാറയായിട്ട് 1 ഇടിഞ്ഞും പോയി. അങ്ങനെ നിൽക്കുക. അപ്പോഴാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഫണ്ടായിട്ട് ഒരു 5 ലക്ഷം രൂപ ഇവിടെ കോയൽ കിണർ അതിനെ അനുവദിച്ചു. നമ്മളിവിടെ ഈ വാർഡിൽ ഇലക്ഷന് വേണ്ടി മത്സരിക്കാൻ വരുമ്പോൾ ഇവിടെ വോട്ടൊക്കെ ചോദിച്ച് വരുന്ന സമയത്ത് ഈ ഭാഗത്തുള്ള ഈ കോളനിയിലുള്ള ആളുകളെല്ലാവരും നമ്മോട് പറഞ്ഞത്, എല്ലാ വീട്ടിൽ നിന്നും പറഞ്ഞത് ഞങ്ങൾക്ക് കുടിവെള്ളം വേണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തുമായിട്ട് അവിടെയുള്ള വികസന സെമിനാറിൽ പങ്കെടുക്കുകയും അവിടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനോടും വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഇസ്മായിലിനോടൊക്കെ നിരന്തരം ആവശ്യപ്പെട്ടപ്പോൾ അവരെന്ത് ചെയ്തു, നമ്മുടെ വാർഡിലേക്ക് 2 കുടിവെള്ള പദ്ധതികൾ നമുക്ക് കിട്ടി. ഒന്ന് ഈ പഞ്ഞിമുക്കിലേക്ക് ഇവർക്കുള്ളൊരു കുടിവെള്ള പദ്ധതി, അതുപോലെ മാമാങ്കര സമിതി കുന്നുമലുള്ള ഒരു കുടിവെള്ള പദ്ധതി. അങ്ങനെ 2 കുടിവെള്ള പദ്ധതിക്കായിട്ട് 10 ലക്ഷം രൂപ നമുക്ക് ബ്ലോക്കിൽ നിന്ന് കിട്ടി. അതിജീവനം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്ത്രീകളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയും സ്ത്രീ സംരംഭകരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള 6 പഞ്ചായത്തിലായി 150ഓളം സ്ത്രീകൾക്ക് ഗ്രൂപ്പ് സംരംഭമായി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അടക്കമുള്ള വരുമാനദായകമായ പ്രോജക്റ്റുകൾക്ക് 25 ലക്ഷത്തിൽ കുറയാതെയുള്ള ഫണ്ട് ഓരോ വർഷവും വകയിരുത്താറുണ്ട്. കാമധേനു വനിതകളെ സാമ്പത്തികമായി ഉന്നമനത്തിലെത്തുകയും കുടുംബത്തിന് സഹായകമായി ഒരു വരുമാന മാർഗം ഉണ്ടാക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടി നിലമ്പൂർ ബ്ലോക്ക് വനിതാ ക്ഷീര കർഷകരെ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ പദ്ധതിയാണ് കാമധേനു. ഒപ്പം പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. 4 വനിതകൾ ചേർന്നുള്ള ഗ്രൂപ്പുകൾക്കാണ് ഇത് നൽകിയത്. കൂടാതെ ക്ഷീര കർഷകർക്ക് തൊഴുത്ത് ആധുനികവൽക്കരണം എന്ന പദ്ധതിയിലൂടെ തൊഴുത്ത് നവീകരണം ഉൾപ്പെടെ ക്ഷീര കർഷകർക്ക് തൊഴുത്തിലേക്ക് ആവശ്യമായ സാമഗ്രികൾ നൽകി. ഇതിലേക്ക് ബ്ലോക്ക് പഞ്ചായത്ത് 20 ലക്ഷം രൂപ വകയിരുത്തി. വായനാമൂല പുതുതലമുറയെ രാസലഹരിയിൽ നിന്നും മൊബൈൽ ഫോബിയയിൽ നിന്നും മോചിപ്പിച്ച് അറിവിന്റെ പുതിയ മാനങ്ങൾ തേടി വായനയുടെ ലഹരിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വായനാമൂല എന്ന പദ്ധതി നടപ്പിലാക്കി. അതിനായി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ മുഴുവൻ വായനശാലകൾക്കും അലമാരകൾ നൽകുകയും ഒപ്പം വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലെ
നെഹ്റു സ്മാരക വായനശാല, മൂത്തേടം പഞ്ചായത്തിലെ നിസരി ഗ്രന്ഥശാല എന്നിവയുടെ നിർമ്മാണ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് 20 ലക്ഷത്തോളം രൂപയും ചെലവഴിച്ചു. നിസരി ഗ്രന്ഥശാലയുടെ പുനരുദ്ധാരണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബിൽഡിങ്ങിനുള്ള ഫണ്ട് അനുവദിച്ചു തന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർക്കും അതിന് ഹെൽപ്പ് ചെയ്ത നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനും ഗ്രന്ഥശാലയുടെ പ്രസിഡന്റായിരുന്ന സുനിൽ കാരപ്പുറത്തിനും എല്ലാവരുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് ഈ ഫണ്ട് അനുവദിച്ച് കിട്ടി. ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ചു തന്ന അതുപോലെ തന്നെ ഒരു അലമാര, നല്ലൊരു അലമാര, എന്തുകൊണ്ട് മനോഹരമായ ബുക്കുകൾ ശേഖരിച്ച് വെക്കാൻ പറ്റിയ നല്ലൊരു അലമാര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇടപെടൽ കാരണം നമുക്ക് കിട്ടുകയും ചെയ്ത് 2025-26 വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി നിസരി ഗ്രന്ഥശാലയുടെ നവീകരണ പ്രവൃത്തി 5,64,000 രൂപ വിനിയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ ഗ്രന്ഥശാല ഏറ്റവും പഴയ ഗ്രന്ഥശാലയാണ്. ഇതിന് ആദ്യം ഒരു ചെറിയ കെട്ടിടം ഉണ്ടായിരുന്നു. അപ്പോൾ വിപുലമായ രീതിയിൽ അത് നവീകരിക്കാനും ആ നവീകരിക്കുന്നതിന് ആവശ്യമായ ഫണ്ടുകൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ശ്രീമതി സജന അബ്ദുറഹ്മാൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ പ്രത്യേക നിർബന്ധപ്രകാരം ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യപ്രകാരമാണ് ഈ പദ്ധതിക്ക് രൂപം കൊടുത്തത്. അതിൽ പ്രത്യേകമായി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അടക്കമുള്ള ഭരണസമിതിയെ പ്രത്യേകമായി അഭിനന്ദനം അറിയിക്കുകയാണ്. നിരത്ത് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 6 മീറ്ററിൽ കുറയാത്ത വീതിയുള്ള റോഡുകളുടെ ഉപരിതലം നന്നാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ ഈ പദ്ധതിക്ക് 10,50 ലക്ഷം രൂപ ചെലവഴിച്ചു. ഇതിലൂടെ വളരെയധികം ശോചനീയാവസ്ഥയിൽ കിടന്നിരുന്ന റോഡുകളെ സഞ്ചാരയോഗ്യമാക്കി തീർക്കാനും ജനങ്ങളുടെ വലിയ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും സാധിച്ചു. ഈ റോഡ് ആകെ ചളിപുളിയായി കിടക്കുമായിരുന്നു. ഇപ്പം ഈ റോഡ് നല്ല റോഡായി. മാമ്പയിൽ ഹോസ്പിറ്റൽ റോഡ് വളരെ ശോചനീയാവസ്ഥയിലായിരുന്നു. പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കഴിവുകൊണ്ട് സാറായി നന്നാക്കി തന്നു. ഇപ്പോൾ വാഹനങ്ങളൊക്കെ പോകാൻ നല്ല സൗകര്യമായി വീതി കൂട്ടി കാര്യങ്ങളൊക്കെ ചെയ്തു. ഈ റോഡ് വളരെ മോശപ്പെട്ട റോഡേനി. കുറച്ച് കാലങ്ങളായിട്ട് ഡ്രൈവർമാരും കുടുങ്ങിയിനി. ഇപ്പം നമുക്ക് ഈ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള റോഡ് നന്നാക്കി നമുക്ക് വലിയൊരു ഉപകാരമായി മാറി. വർഷക്കാർക്കും യാത്രക്കാർക്കും ഒക്കെ ഒരു നല്ലൊരു ഉപകാരമായി. സാമൂഹിക പഠന കേന്ദ്രം. ഊരുകളിലെ കുട്ടികൾ സ്കൂളുകളിൽ പോകുവാൻ മടി കാണിക്കുന്നത് മനസ്സിലാക്കി ഉന്നതിയിലെ കുട്ടികൾക്ക് അവരുടെ ഊരുകളിൽ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് താൽക്കാലിക പഠന കേന്ദ്രങ്ങൾ നിർമ്മിച്ച് TTC B.Ed യോഗ്യതയുള്ള അധ്യാപകർക്ക് ഓണറേറിയം നൽകി കുട്ടികൾക്ക് പ്രത്യേക പഠനം നൽകി അവരെ സ്കൂളിലേക്ക് എത്തിക്കാനും സ്കൂൾ കഴിഞ്ഞതിനു ശേഷം മികച്ച പഠനം നൽകുകയും അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് കലാകായികപരമായി ജനമൈത്രി എക്സൈസിന്റെ സഹായത്താൽ കായിക പരിശീലനവും ലഹരി മുക്തമാക്കുന്നതിനുള്ള ബോധവൽക്കരണവും ഉൾപ്പെടെ അവർക്കു വേണ്ട പഠന സഹായത്തിനുള്ള സ്കൂൾ കിറ്റും കായിക ആവശ്യങ്ങൾക്കുള്ള ഉപകരണങ്ങൾ ഉൾപ്പെടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉന്നതിയിലെ വിദ്യാർത്ഥികൾക്ക് പഠനവും കലാകായിക കഴിവും വർദ്ധിപ്പിക്കുന്നതിന് വളരെയധികം സഹായകമാവുന്ന കേരളത്തിലെ നൂതന പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതി സാമൂഹിക പഠന കേന്ദ്രം പദ്ധതി. ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. ഇരട്ടയാംകുളം നഗറില് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുമിച്ചിരുന്ന് പഠിക്കാനും അവർക്കൊരാവശ്യമുണ്ടെങ്കിൽ ഒത്തുകൂടാനും അതേപോലെ തന്നെ ആരോഗ്യവകുപ്പ് വരുമ്പോൾ കുത്തിവെപ്പ് അല്ലെങ്കിൽ ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ നടത്തുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു ഹാള് വേണമെന്ന് ബഹുമാനീയനായ മുൻ മെമ്പർ ഖാദറും ഇപ്പോഴത്തെ മെമ്പർ ഉമ്മുസൽമയും ആവശ്യപ്പെട്ടപ്പോൾ ഒരു തടസ്സവുമില്ലാതെ ബ്ലോക്ക് പഞ്ചായത്ത് 18 ലക്ഷം രൂപ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഹാൾ ഇവിടെ നിർമ്മിക്കുകയുണ്ടായത്. 2 വർഷങ്ങളിലായി ഏകദേശം 22 ലക്ഷം രൂപ വകയിരുത്തിയ ഈ പദ്ധതിക്ക് നടപ്പ് വർഷം ഉന്നതിയിലെ വിദ്യാർത്ഥികൾക്ക് പഠന മികവും കലാകായിക കഴിവ് വർദ്ധിപ്പിക്കുന്നതിനും വളരെയധികം ഉപകാരപ്രദമാകുന്ന കേരളത്തിലെ തന്നെ നൂതന പദ്ധതിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിയ സാമൂഹിക പഠന കേന്ദ്രം പദ്ധതി. കുരുന്നുകൾക്കൊപ്പം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്നേഹത്തിൻ്റെ ഇളം വെയിലും അറിവിൻ്റെ അക്ഷരവെളിച്ചവും ആദ്യമായി മനസ്സിലേക്ക്
പകർന്നു നൽകുന്ന നാടിൻ്റെ കുഞ്ഞു മുറ്റങ്ങളാണ് ഓരോ അംഗനവാടികളും. പ്രീ സ്കൂൾ വിദ്യാഭ്യാസം കാര്യക്ഷമമാക്കുന്നതിനും കുഞ്ഞുങ്ങളിലെ കർമ്മശേഷി വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ സമ്പൂർണ്ണ വളർച്ചയ്ക്കും അംഗനവാടികളുടെ പ്രവർത്തനം അത്യാവശ്യമാണ്. ഇത് മനസ്സിലാക്കിയ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2020 മുതൽ 25 വരെയുള്ള വർഷങ്ങളിൽ 15 അംഗനവാടികൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. സ്മാർട്ട് അംഗനവാടികളായി എടക്കര പഞ്ചായത്തിലെ പാലുണ്ടിയിലും ചാലിയാർ പഞ്ചായത്തിലെ ആറൻകൂടും നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതിനായി 80 ലക്ഷം രൂപ വകയിരുത്തി. നമുക്ക് ഈ സ്മാർട്ട് അംഗൻവാടി 2022-23 പദ്ധതിയിൽ ബ്ലോക്ക് പഞ്ചായത്തും സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ പദ്ധതിയും എല്ലാം കൂടി 34 ലക്ഷത്തിൻ്റെ ഫണ്ട് നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നാണ് ഇത് അംഗീകരിച്ചു തന്നത്. എല്ലാവിധ സൗകര്യങ്ങളും ഞങ്ങൾക്കുണ്ട്. മുകളിൽ പ്ലേ ഏരിയ തന്നിട്ടുണ്ട്. അതേപോലെ പുറത്ത് എല്ലാവിധ പാർക്കിംഗ് സൗകര്യങ്ങളും കുട്ടികൾക്കുള്ള പ്ലേ സൗകര്യങ്ങളും എല്ലാം പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തും ഒരുക്കി തന്നിട്ടുണ്ട്. ഇത് ആറങ്ങോട് സ്മാർട്ട് അംഗനവാടിയാണ്. ഇത് ലഭിച്ചത് വർഷങ്ങളോളം പല പല വാടക കെട്ടിടങ്ങളും മാറി നിന്നതാണ്. ഇവിടുത്തെ ജനങ്ങളുടെ പ്രയാസങ്ങളും ദുരിതവും കണ്ടുകൊണ്ട് ഈ അംഗനവാടിക്ക് ഇവിടുത്തെ നിലമ്പൂർ ബ്ലോക്കിൻ്റെ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ സഹിൽ ആകുമ്പാടം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കെട്ടിടം അനുവദിച്ചു. ഇവിടുത്തെ സ്ഥലത്തിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പഞ്ചായത്തും ഇടപെട്ടുകൊണ്ട് ഒരു സ്ഥലം അനുവദിക്കുകയും ആ സ്ഥലത്ത് ഒരു സ്മാർട്ട് അംഗനവാടിക്കുള്ള കെട്ടിടം നിലമ്പൂർ ബ്ലോക്കിൻ്റെ നേതൃത്വത്തിൽ അനുവദിക്കുകയും വില്ലവൽക്കരണം. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ പട്ടികജാതി നഗറുകളിൽ നടത്തിയ മികച്ച ഒരു പദ്ധതിയാണ് വില്ലവൽക്കരണം. ഇവിടെയുള്ള മുഴുവൻ വീടുകളിലും സൈഡ് പ്രൊട്ടക്ഷൻ നടത്തി ചുറ്റുമതിൽ കെട്ടി വീടിന്റെ മുറ്റം കട്ടവിരിച്ച് ഭംഗിയാക്കി പെയിന്റ് ചെയ്ത് ശരിക്കും വില്ല മോഡലാക്കി മാറ്റുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അതുപോലെ ഈ നഗറുകളിൽ ഒഴിഞ്ഞുകിടക്കുന്ന പൊതുസ്ഥലം നവീകരിച്ച് മുഴുവൻ ഭാഗവും കട്ടവിരിച്ച് നഗറുകളിലെ പൊതുപരിപാടികൾ നടത്തുന്നതിന് സജ്ജമാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യം. ഏകദേശം 19 ലക്ഷം രൂപയാണ് ഈ പദ്ധതിക്കായി ബ്ലോക്ക് പഞ്ചായത്ത് വകയിരുത്തിയിരുന്നത്. വളരെ മോശമായിട്ട് കിടന്നതാണ്. വലിയ ചെളിയും വെള്ളമായിട്ട് പിള്ളേർക്ക് നടക്കാനും പോലും പറ്റാത്ത രീതിയിലാണ്. ഈ ഭരണസമിതിയുടെ നല്ല പ്രവർത്തനം കൊണ്ട് നല്ല വൃത്തിയാക്കി ചുറ്റും മതിൽ കെട്ടി നല്ല മിറ്റും എല്ലാം നന്നാക്കി ഭരണസമിതിക്ക് പ്രസിഡന്റിനും എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. വില്ലവൽക്കരണ പ്രൊജക്ടിന് 5 വർഷങ്ങളിലായി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഏകദേശം 5 കോടി രൂപയാണ് വിനിയോഗിച്ചത്. സൂര്യ തേജസ് സാധാരണയായി തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തിവരാറുള്ള സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കൽ എന്ന പദ്ധതിയിൽ നിന്നും തികച്ചും വിഭിന്നമായി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സൂര്യ തേജസ്. നിലമ്പൂർ താലൂക്ക് വികസന സമിതിയുടെ നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥന മാനിച്ച് അവരുടെ അംഗീകാരത്തോടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും വൈദ്യുത ഡിപ്പാർട്ട്മെന്റിന്റെയും സഹായത്തോടെ CNG റോഡിന്റെ വശങ്ങളിലായി മുട്ടിക്കടവ് മുതൽ കരിമ്പുഴ വരെയുള്ള 2 കിലോമീറ്റർ ദൂരത്താണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. സൂര്യ തേജസ് പദ്ധതിയിലൂടെ റോഡിൽ വെളിച്ചം വീണതോടെ ആയിരക്കണക്കിന് യാത്രക്കാർക്ക് വന്യമൃഗ ശല്യങ്ങളിൽ നിന്നും മറ്റ് അപകടങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം 25 ലക്ഷം രൂപയാണ് ഈ പദ്ധതിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് വിനിയോഗിച്ചത്. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള 6 ഗ്രാമപഞ്ചായത്തുകളും ചേർന്ന് ചുങ്കത്ര NPM ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച്
ഞങ്ങളൊരു മെഗാ ജോബ് മേള നടത്തുകയുണ്ടായി. ഇതിൽ 1200ഓളം ഉദ്യോഗാർത്ഥികൾ പങ്കെടുക്കുകയും 517 പേര് ഷോർട്ട് ലിസ്റ്റ് ആവുകയും 350-ൽ പരം ആൾക്കാരെ ജോലി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല ഒരു മെഗാ തൊഴിൽമേളയായിട്ട് നമ്മുടെ തൊഴിൽമേള വിജയകരമായി തന്നെ നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങളുടെ ഈ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം വളരെയധികം ഒരു ആഗ്രഹമായിരുന്നു ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്ക് പ്രത്യേകിച്ച് റൂം എന്നുള്ളത്. അത് ഈ അവസാന ഘട്ടത്തിലെങ്കിലും നടപ്പിലാക്കാൻ കഴിഞ്ഞ വളരെയധികം സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം ഇനി വരുന്ന ഒരു ഭരണസമിതിക്കെങ്കിലും ഇത് ഉപകാരപ്രദമാവുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട്. ഇതിന് പ്രത്യേകം ബ്ലോക്ക് പഞ്ചായത്തിനോടും അതുപോലെ ഞങ്ങൾ പ്രിയങ്കരിയായ പ്രസിഡന്റിനോടുമുള്ള നന്ദി ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസാണിത്. അതായത് ഈ ബ്ലോക്കിൻ്റെ പരിധിയിൽ വരുന്ന 6 ഗ്രാമപഞ്ചായത്തുകളുടെ മുഴുവൻ കാര്യങ്ങളും ചെയ്ത് നിർവ്വഹണം നടത്തി ഏകദേശം 43 കോടി രൂപയാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഈ 6 പഞ്ചായത്തുകളിലായിട്ട് ഈ പദ്ധതി മുഖേന കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക മേഖലയെ ചലനാത്മകമാക്കുന്ന പ്രധാന വരുമാനം എന്ന് പറയുന്നത് ഇന്ന് തൊഴിലുറപ്പ് പദ്ധതിയാണ്. അതിൽ ഈ ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ ചെലവ് വരുത്തിയിട്ടുള്ളത് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്താണ്. അതാണ് 43 കോടി രൂപ നമ്മുടെ സാധാരണക്കാരുടെ കയ്യിലേക്ക് എത്തിക്കുന്ന പദ്ധതിയാണ്. അപ്പോൾ ഇവിടെ ആകെ 6 ജീവനക്കാരാണുള്ളത്. പക്ഷേ നമ്മളിവിടെ വരുന്ന കാലം മുതൽ തന്നെ ഇവിടെ ഈ ഓഫീസ് ഇത്രയും സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഫയലുകളും എല്ലാം കൂട്ടിയിട്ടിരുന്ന ഒരു ചെറിയ ഇടുങ്ങിയ റൂമായിരുന്നു. ആ സൈഡിലൊരു ബാത്റൂമും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ഇടുങ്ങിയ ഇവിടെ ആവശ്യമില്ലാത്ത വസ്തുക്കളെല്ലാം ഡംപ് ചെയ്തിരുന്ന ഒരു ഗോഡൗൺ പോലത്തെ സംവിധാനമായിരുന്നു. മര്യാദയ്ക്ക് ഇരിക്കാനോ ആവശ്യത്തിന് കാര്യങ്ങൾ ചെയ്യാനോ ജീവനക്കാർക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തന സൗകര്യമോ ഈ ഓഫീസിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഭരണസമിതി ബഹുമാനിയായ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആദരണീയ അധ്യക്ഷ പുഷ്പവല്ലി ടീച്ചറുടെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതിയുടെ മുന്നിൽ നമ്മളിങ്ങനൊരു നിർദ്ദേശം വെക്കുകയുണ്ടായി. കഴിഞ്ഞ വർഷം അതായത് 24-25 വർഷത്തിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ ഓഫീസ് ഒന്ന് നല്ല രീതിയിൽ ചെയ്തു തരണം എന്നൊരു അഭ്യർത്ഥന നടത്തുകയുണ്ടായി. അതിനെ വലിയ ഒരാവേശത്തോടെ തന്നെ ഭരണസമിതി ഏറ്റെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്രയും വലിയ സൗകര്യങ്ങളോടെ നമ്മുടെ ഓഫീസ് കൃത്യമായി ക്യാബിനൊക്കെ തിരിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും. ക്യാബിനെല്ലാം തിരിച്ചുകൊണ്ട് ഓഫീസ് നല്ല രീതിയിൽ ഫർണിഷ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ 6 ജീവനക്കാർക്കും പിന്നെ ഇവിടേക്ക് വരുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് എത്തിച്ചേരുന്ന മറ്റ് ജീവനക്കാരുണ്ടാവും, അവരുടെ സേവനങ്ങൾക്കായിട്ട് ഇവിടെ എത്തിച്ചേരുന്ന അവർക്ക് ഇവിടുന്ന് സേവനം കൈപ്പറ്റാവുന്നതും അവരുമായിട്ട് ബന്ധപ്പെട്ട തപാലുകൾ വെക്കാനുള്ള പ്രത്യേകമായ കബോർഡുകൾ അങ്ങനെ ഇതെല്ലാം കൂടി അടക്കം വളരെ നല്ല രീതിയിൽ ഞങ്ങൾ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഈ ഓഫീസ് നല്ല രീതിയിൽ ഫർണിഷ് ചെയ്തുകൊണ്ട് ഈ ഭരണസമിതി ചെയ്തു തന്നിട്ടുണ്ട്. ഇവിടെ ആദ്യം SCDOയുടെ ഓഫീസായിരുന്നു. SCDOയുടെ ഓഫീസിലായിരുന്നു അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉണ്ടായിരുന്നത്. അവിടെ നമുക്ക് 7 സ്റ്റാഫ് ഉണ്ടായിരുന്നു. 7 സ്റ്റാഫിനും കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു ഓഫീസിലുണ്ടായിരുന്നത്. പിന്നീട് ശ്രീമതി പുഷ്പവല്ലി ടീച്ചറിനോടും ഭരണസമിതിയോടും നമ്മൾ ഈ ബുദ്ധിമുട്ടുകൾ സംസാരിക്കുകയും പുഷ്പവല്ലി ടീച്ചർ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ടെന്ന് ഉള്ളത് പരിഹരിച്ച് തരാമെന്ന് ഉറപ്പ് തരികയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇപ്പോൾ ഒരു ഓഫീസിൻ്റെ ഒരു വികസനം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും അസിസ്റ്റൻറ്റ് എഞ്ചിനീയർക്ക് അതേപോലെ ബാക്കിയുള്ള സ്റ്റാഫിനെല്ലാം ഇരിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ഈ ഓഫീസിൽ ഒരുക്കിയിട്ടുണ്ട്. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് ഞാനിവിടെ ഓഫീസറായിട്ട് പട്ടികജാതി വികസന ഓഫീസറായിട്ട് സേവനം അനുഷ്ഠിക്കുകയാണ്. നിർവഹണം ചെയ്യുന്ന പദ്ധതികൾക്ക് പൂർണ്ണ പിന്തുണയും അതിന് സപ്പോർട്ടും ഭരണസമിതി നമുക്ക് നൽകുന്നുണ്ട്. കൂടാതെ ഞങ്ങളുടെ ഓഫീസ് വിപുലീകരിക്കുന്നതിന് വേണ്ട സഹായങ്ങളും ഭരണസമിതി ചെയ്തു തരുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് ഞങ്ങൾ വന്ന ഉടനെ നമ്മളവിടെ ഇരുന്നത് വളരെ ശോചനീയമായ ചെറിയ സൗകര്യത്തിലായിരുന്നു. നമുക്ക് ഈ ഓഫീസിന് വേണ്ടി വലിയൊരു ഫണ്ട് തന്ന് ഏറ്റവും നല്ലൊരു എഞ്ചിനീയറിംഗ് വിഭാഗം ഓഫീസാക്കി നമ്മളെ വർക്കിന് അപ്ഡേറ്റ് ചെയ്യാനും വർക്കിൻ്റെ ഗുണഗണം മെച്ചപ്പെടുത്താനും സൗകര്യങ്ങൾ പര്യാപ്തമാണല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കൂടുതൽ സൗകര്യം ചെയ്തു തന്നുണ്ട്. ഈ കഴിഞ്ഞൊരു 3 മാസക്കാലം ഭരണസമിതിയുള്ളൊരു പ്രവർത്തനം വിശദീകരിക്കുമ്പോൾ വളരെ നല്ല ഒരു സഹകരണമാണ് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും സെക്രട്ടറി എന്ന നിലയിൽ ലഭിച്ചിട്ടുള്ളത്. പിന്നെ മറ്റു പഞ്ചായത്തുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ
പ്രവൃത്തികളുടെ കാര്യത്തിലാണെങ്കിൽ വലിയ എമൗണ്ടുകളുള്ള പ്രവൃത്തിയാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ. കാരണം ഇത് പറയാൻ കാരണം ഞാൻ പഞ്ചായത്തിൽ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്ത ഒരാൾ ബ്ലോക്ക് തലത്തിലേക്ക് സെക്രട്ടറി ആയി വരുമ്പോഴുള്ള ഒരു മാറ്റത്തെക്കുറിച്ചാണ്. വലിയ എമൗണ്ടുകളാണ് നമുക്കിവിടെ പ്രോജക്റ്റുകളായിട്ട്. കാരണം ഏത് പ്രവൃത്തിയാണെങ്കിൽ 5 ലക്ഷത്തിൽ കുറഞ്ഞ പ്രവൃത്തി ബ്ലോക്ക് പഞ്ചായത്തിന് ഏറ്റെടുക്കാൻ സാധിക്കില്ല. പ്രധാനമായിട്ടും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അടിസ്ഥാനപരമായ പദ്ധതി എന്ന് പറയുന്നത് ദാരിദ്ര്യ ലഘൂകരണമാണ്. ആ ദാരിദ്ര്യ ലഘൂകരണം എന്ന ഉദ്യമം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുക്കുന്നത് വിവിധങ്ങളായ പദ്ധതികൾ, ഭവന നിർമ്മാണം, ഭവന റിപ്പയർ തുടങ്ങി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം വരെയുള്ള പദ്ധതികൾ ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുക്കുന്നത് അതിൻ്റെ എക്സ്റ്റൻഷൻ വിങ്ങിലൂടെയാണ്. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള 6 ഗ്രാമപഞ്ചായത്തുകളിലും 2 വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാരാണ് ഉള്ളത്. അപ്പോൾ അവരിലൂടെ അവിടെ വലിയ കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികളും ദാരിദ്ര്യ ലഘൂകരണ പദ്ധതികളുമാണ് നടന്നിട്ടുള്ളത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴി വളരെ അഭിമാനകരമായ നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ST കുടുംബങ്ങൾക്ക് 200 തൊഴിൽ ദിനം വീതവും അതുപോലെ മറ്റ് പരമാവധി കുടുംബങ്ങൾക്ക് 100 തൊഴിൽ ദിനങ്ങൾ നൽകാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ നിലമ്പൂർ ബ്ലോക്ക് എന്ന് പറയുന്നത് ധാരാളം റിമോട്ട് ഏരിയകൾ, ST വിഭാഗക്കാരുടെ റിമോട്ട് മേഖലകൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ തന്നെ നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ വിദൂര സ്ഥലങ്ങളിൽ കിടക്കുന്ന പട്ടികവർഗ സങ്കേതങ്ങളിലേക്ക് നമുക്ക് റോഡുകൾ നിർമ്മിക്കാൻ സാധിച്ചിട്ടുണ്ട്. ചാലിയാർ പഞ്ചായത്തിലെ പാലക്കയം കോളനി, അതുപോലെ മുത്തേടം പഞ്ചായത്തിലെ ഉച്ചക്കുളം കോളനി തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് നമുക്ക് റോഡുകൾ നിർമ്മിക്കാൻ തൊഴിലുറപ്പ് പദ്ധതി മുഖേന സാധിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായ അതിദാരിദ്ര്യ പരിപാടിയുമായി ബന്ധപ്പെട്ട് വളരെയധികം ഗുണഭോക്താക്കൾക്ക് അവരുടെ പ്രാഥമിക ആവശ്യങ്ങളായ റേഷൻ കാർഡ്, ആധാർ കാർഡ്, ഐഡൻറ്റിറ്റി കാർഡ് മുതലായവ നൽകാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ അവർക്ക് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉള്ള മൈക്രോ പ്ലാനിൽ ഉൾപ്പെട്ട എല്ലാവർക്കും വീട് വാസയോഗ്യമാക്കൽ എന്നിവ എല്ലാം വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ നിലമ്പൂർ ബ്ലോക്കിന് സാധിച്ചിട്ടുണ്ട്. അവരുടെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അവർക്ക് വരുമാനം, നല്ല രീതിയിൽ വരുമാനം സമ്പാദിക്കാനുള്ള പ്രോഗ്രാം വളരെ വിജയകരമായി ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കാൻ നിലമ്പൂർ ബ്ലോക്കിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം അഭിമാനത്തോടു കൂടി ഓർക്കുന്നു. അപ്പം ഈ 5 വർഷക്കാലം കൊണ്ട് ഏറ്റവും നല്ല ജനോപകാരപ്രദമായ പ്രോജക്റ്റുകൾ ഭരണസമിതി രൂപീകരിക്കുകയും അത് നടപ്പിലാക്കുന്നതിന് ഭരണസമിതിയോടൊപ്പം ചേർന്ന് നിന്നത് ഇവിടുത്തെ നിർവഹണ ഉദ്യോഗസ്ഥരും സഹ ഉദ്യോഗസ്ഥരുമാണ്. അവർക്കൊക്കെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്.